BJP-ക്കാരുടെ നിലവാരത്തിൽ നിന്ന് വിമർശിക്കരുത്. ഞാൻ അന്ന് BJP-യുടെ ഭാഗമായിരിക്കുമ്പോൾ അന്ന് ഉയർത്തിയിട്ട രാഷ്ട്രീയ വിമർശനമാണ്. ഞാനിപ്പോ BJP-യുടെ ഭാഗമല്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം, അത് ഞാൻ പറയും. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വ്യാപകമായി തൃശ്ശൂരിൽ കള്ളവോട്ടുകൾ ചേർത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് പുറത്തു കൊണ്ടുവന്നതിന് മീഡിയ വണ്ണെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും രാജ്യമൊട്ടാകെ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ വോട്ട് ചോരി എന്ന് പറയുന്ന എക്സ്പോസ് അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധമാണ് ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്ത് BJP-യെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വ്യാജമായി കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ UDF ഇക്കാര്യത്തിൽ അവരുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ബൂത്തുകളിൽ സന്ദീപ് ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഇൻസൈറ്റ് സന്ദീപിന് തരാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം നോക്കൂ, ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വ്യാപകമായി തൃശ്ശൂരിലേക്ക് വോട്ട് ചേർക്കുന്നു. ഇവരൊക്കെ ഫിസിക്കലായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ? ഫിസിക്കലായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത്തരത്തിൽ വോട്ട് ചേർക്കുന്നത് സ്ഥിരതാമസക്കാരാണെന്ന് വ്യാജമായി കോർപ്പറേഷനിൽ നിന്ന് രേഖകൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ കള്ളവോട്ട് ചേർത്തിട്ട് തന്നെയാണ് അവിടെ വോട്ട് രേഖപ്പെടുന്നത്. അത് നിയമവിരുദ്ധമാണ്. ഒന്ന്. രണ്ട്, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നിലവിൽ V. ഉണ്ണികൃഷ്ണൻ. മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിയാണ്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ളത് പൂങ്കുന്നത്താണ്. എങ്ങനെയാണ് V. ഉണ്ണികൃഷ്ണന്, മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള V. ഉണ്ണികൃഷ്ണൻ എന്തിനാണ് തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്യുന്നത്? ഇനി അത് സംഘടനാ ചുമതലയുടെ ഭാഗമായി തൃശ്ശൂരിൽ താമസിച്ചു എന്നൊക്കെ ന്യായമെങ്കിൽ അത് പച്ചക്കള്ളമാണ്. അദ്ദേഹം മേഖലയുടെ ഭാരവാഹിയായിരുന്നു. മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ ചുമതലയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ല മലപ്പുറത്ത് തിരൂരാണ്. അദ്ദേഹം തൃശ്ശൂരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ BJP-യുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് സംസ്ഥാന നേതാക്കൾ വരെ ഇത്തരത്തിൽ വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് തൃശ്ശൂരിലേക്ക് മാറ്റി വോട്ട് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. വ്യാജമായി രേഖ ഉണ്ടാക്കിയിട്ടാണ് വോട്ടപ്പട്ടികയിൽ പേര് ചേർക്കുന്നത്. അതും അന്തിമമായിട്ടുള്ള ലിസ്റ്റിലാണ് വരുന്നത്. ഒബ്ജക്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തു. ഇങ്ങനെ അനിയന്ത്രിതമായി വോട്ടുകൾ ഉയർന്നപ്പോ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ അവധാനത കാണിക്കേണ്ടതായിരുന്നു. അത് മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. സന്ദീപ്, അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. നോക്കൂ, 1,45,000 പുതിയ വോട്ടുകളാണ് തൃശ്ശൂർ ഉണ്ടായത്. അതിൽ 50,000 വോട്ടുകളെങ്കിലും BJP ചേർത്തു എന്ന് പറയുന്നു. ഈ 50,000 എണ്ണത്തിൽ കുറഞ്ഞതൊരു 30,000 വോട്ടെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വന്നാണ്. ഈ 30,000 വോട്ട് ഫിസിക്കലി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് സാധിക്കുമെന്നാണ് എന്റെ ചോദ്യം. അല്ല, അതൊരു ലോജിസ്റ്റിക്കൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ, അതുപോലെ ആലത്തൂർ, ഇതെല്ലാം തൊട്ടുകിടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണല്ലോ. തൃശ്ശൂരിലേക്ക് അന്ന് വന്ന് വോട്ട് ചെയ്ത് പോവുക എന്നുള്ളത് അത്രമാൽ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. ഇനി ചില കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് CCTV വിഷ്വൽസ് അടക്കം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് CCTV വിഷ്വൽസ് പുറത്തുവിടുക എന്നുള്ളതാണ്. എന്തായാലും 45 ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കാം എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. അതെ, അതൊക്കെയാണ് പ്രശ്നം. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ BJP വിജയിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഉള്ള തെറ്റായിട്ടുള്ള, അധാർമികമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് വലിയ തോതിലുള്ള ജനരോഷം ഇപ്പോൾ ഇരുന്നത്. രാജ്യത്തെ 300-ലധികം MP-മാർ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടന്നത്. രാജ്യത്തെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്ന വലിയ ജനവികാരം, ഇതെല്ലാം നോക്കൂ, എല്ലാ ഏകാധിപതിക്കും അനിവാര്യമായ ഒരു പതനമുണ്ട്. ആ പതനത്തിലേക്ക് നരേന്ദ്രമോദി നടക്കുകയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യത്തെ അട്ടിമറിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തുക എന്നുള്ളത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത. നോക്കൂ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലയിടത്തും ഈ അധികാര കൈമാറ്റം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അതൊരിക്കലും സംഭവിച്ചിട്ടില്ലായിരുന്നു. നമ്മളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാണോ പരാജയപ്പെടുന്നത് അവർ പരാജയം സമ്മതിച്ചുകൊണ്ട് വളരെ മാന്യമായി അത് സമ്മതിക്കുകയും അധികാര കൈമാറ്റം വളരെ സ്മൂത്തായി നടക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമായിരുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ. പക്ഷെ ഇപ്പോ എന്താ സംഭവിക്കുന്നത്? ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനിയും ആ രീതിയിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുക? അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ, ജനാധിപത്യ പാരമ്പര്യത്തെ, നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ വിഭാവനം ചെയ്ത ജനാധിപത്യത്തെ ഒക്കെ ഇവർ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. പണക്കൊഴുപ്പ് കൊണ്ട്, ധനം ഒഴുക്കിക്കൊണ്ട്, കോടിക്കണക്കിന് രൂപ ഒഴുക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു എക്സസൈസ് അങ്ങനെ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നിപ്പോ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇത് വളരെ ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒക്കെ എന്നെ വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ തരത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ. സന്ദീപ്, ഒരു കാര്യം കൂടി, അങ്ങ് അല്പം മുമ്പ് ഫേസ്ബുക്കിൽ ആരോപിച്ചിരുന്നു ഈ V. ഉണ്ണികൃഷ്ണൻ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ, അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തു, മലപ്പുറം സ്വദേശിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്?
അതെ, തൃശ്ശൂരിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് വോട്ട് ചേർത്തതെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള കേരളവർമ്മ കോളേജിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ വോട്ട് ചേർത്താണ് അവിടെ വോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. സന്ദീപ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ തൃശ്ശൂർ പൂരം കലക്കി, അതുകൊണ്ട് സുരേഷ് ഗോപിയെ വോട്ട് ചെയ്യാം എന്ന് തൃശ്ശൂർക്കാർ തീരുമാനിച്ചു എന്നൊരു നറേറ്റീവ് ആയിരുന്നല്ലോ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ തൃശ്ശൂർ പൂരം കലങ്ങുമ്പോഴേക്കും കോൺഗ്രസിന്റെ വോട്ട് കുറയുകയും ചെയ്തു. കോൺഗ്രസ്സുകാർ മുഴുവൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നത് ലോജിക്കലായ ഒരു കാര്യമാണോ? അല്ല, ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ മെഷീനറിയും ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂർ പൂരം അട്ടിമറി സ്വാഭാവികമായിട്ടും അവിടുത്തെ വിശ്വാസികൾക്കിടയിൽ, അതുപോലെ തന്നെ പൂരസ്നേഹികൾക്കിടയിലൊക്കെ ഒരു വലിയ വികാരം ഉണ്ടാക്കുകയും അവിടെ രക്ഷകൻ എന്ന പേരിൽ സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ കള്ളവോട്ട് ചേർത്തതും തൃശ്ശൂർ പൂരം കലക്കിയതും ഉൾപ്പെടെയുള്ള കരിവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുടെ ഏകോപനമാണ് തൃശ്ശൂർ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ ചേർത്തുള്ള കള്ളവോട്ട് തന്നെയാണ്. 10,000 കണക്കിന് കള്ളവോട്ടുകൾ ചേർക്കുന്നത്. ഇത് സംബന്ധിച്ച് നോക്കൂ, ഇത്രയും വോട്ടുകൾ ചേർക്കണമെങ്കിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടക്കണം. ആ ക്രിമിനൽ കോൺസ്പിറസി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാതെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ, പോലീസിന് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ നിമിഷം വരെ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടെന്നും ആ കോൺസ്പിറസി അന്വേഷിച്ചു കഴിഞ്ഞാൽ BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളതും വളരെ വ്യക്തമാണല്ലോ. എന്തേ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന സർക്കാർ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുന്നത് കാത്തു നിന്ന് കഴിഞ്ഞാലൊന്നും കേസുണ്ടാകാൻ പോകുന്നില്ല, അന്വേഷണം നടക്കാൻ പോകുന്നില്ല. ഇവിടെ BJPയെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുകയാണ് വേണ്ടത്.